വേറൊരു സംഭവമുണ്ട്. ഈ നമ്മുടെ പെസഹ അപ്പത്തിന് കൂട്ടുകാരനായിട്ട് എന്താണുള്ളത്? പെസഹ പാൽ. അതാണ് ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ കറിയൊന്നും ആവശ്യമില്ല. പെസഹ പാലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നിരവധി ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുമ്പിൽ നിരന്നിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് സഞ്ജു ചേച്ചി തന്നെ പറയാം. അമ്മച്ചി ഇനി അധികം സംസാരിക്കും. 2 തേങ്ങയുടെ പാല്. ശരി. അത് തനിപ്പാൽ ആദ്യം പിഴിഞ്ഞ് മാറ്റി വെക്കുക. അതായത് ഒന്നാം പാല് മാറ്റി വെച്ചു. പിന്നെ രണ്ടാം പാൽ എടുത്ത് 2ാം പാലും 3ാം പാലും കൂടെ ഒരുമിച്ച്. ശരി. പിന്നെ 1/4 കിലോ പച്ചരിയുടെ പൊടി. അത് നമ്മൾ പൊടിപ്പിച്ചുകൊണ്ട് വരുന്നത് അതേ പരുവത്തിൽ. അത് ചൂടാക്കുകയോ ഒന്നും ചെയ്യില്ല. ഇല്ല, പച്ചപ്പൊടി തന്നെയാണ്. ഇത് ശർക്കര 1 കിലോ ശർക്കരയുടെ പാനി. അത് പാനി നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചെടുത്തത്. ശരി, ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാണ്. ഇത് ഏലക്കായും ജീരകവും ചുക്കും. ഒരു 3 സ്പൂൺ ജീരകം, ഒരു 7-8 ഏലക്കായ, ശരി, 2 കഷ്ണം ചുക്ക്. വെരി ഗുഡ്. അത് വറക്കണം. വറുത്തിട്ട് വേണം പൊടിക്കാൻ വേണ്ടി. അപ്പോൾ അതിന്റെ റേഷ്യോ വരെ, അനുപാതം വരെ പറഞ്ഞു കേട്ടോ. മിക്കതിലും ഈ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു അതിന്റെ അനുപാതം പറഞ്ഞു തരത്തില്ല. പക്ഷേ സഞ്ജു ചേച്ചി അങ്ങനെയല്ല, ഉള്ള അറിവ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കുക. ഇനി എന്താ നമുക്ക് തുടങ്ങണ്ടേ? ഇനിയിപ്പം 2ാം പാലും നമുക്ക് സൗകര്യത്തിന് വേണമെങ്കിൽ ഇവനെ വേണമെങ്കിൽ അപ്പുറത്തേക്ക് ഇത് വെക്കാൻ നേരം ഇത് എടുത്ത് മാറ്റി വെച്ചാൽ ആയിക്കോട്ടെ. ശരി. അമ്മച്ചി ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണേ കേട്ടോ. ആദ്യം പൊടി. കണ്ട, അമ്മച്ചിയുടെ അടുത്താ കളി. അപ്പോൾ നമ്മൾ ഇത് പൊടി എന്ന് പറഞ്ഞാൽ പച്ചപ്പൊടിയാണ് അല്ലേ? നമ്മളത് വറുത്തിട്ടൊന്നുമില്ല. അതേപോലെ പച്ചരിയുടെ പൊടിച്ചത് അതേപോലെ കൊണ്ടുവന്നേക്കാണ്. നമ്മൾ അപ്പത്തിന് വേണ്ടി പൊടിപ്പിക്കുന്നതിൽ നിന്ന് നമ്മളൊരു കുറച്ചൊരു 1/4 കിലോ എടുത്ത് മാറ്റി വെച്ചാൽ മതി. ശരി. ഇതിപ്പോ ഇതിന്റെ എങ്ങനെയാണ്? ഇത് എത്ര പൊടി വേണ്ടി വരും? ഇതിപ്പോ എത്ര പൊടിക്കാണ് ഈ ഒരു? ഇത് 1/4 കിലോ പൊടിക്കാണ് ഈ 1 കിലോ ശർക്കരയും 2 തേങ്ങയുടെ പാലും എടുത്തിരിക്കുന്നത്. 1/4 കിലോ പൊടിക്ക് 1 കിലോ ശർക്കര, 2 തേങ്ങയുടെ പാല്, പിന്നെ നേരത്തെ പറഞ്ഞ അത്രയും പൊടിക്കുന്ന മറ്റേ ചുക്കൊക്കെ. ശരി. അപ്പോൾ നമ്മൾ 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒഴിക്കട്ടോ. അടിപൊളി. അതുകൊണ്ട് അപ്പുറത്ത് നമ്മുടെ അപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, പെസഹ അപ്പം. ഇപ്പുറത്ത് പെസഹ പാൽ. ഏതാനും നിമിഷങ്ങൾക്ക് അത് റെഡിയാവുന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 1ാം പാൽ ഒഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ആ 1ാം പാൽ ഒഴിക്കാനുള്ള സമയം എങ്ങനെയാണ് ചേച്ചി? അതിനൊരു പരുവം? ശർക്കര പാനി ഒഴിച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് കുറുകും അല്ലേ? ഒന്ന് കട്ടി പിടിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതോടുകൂടി കഥ തീർന്നെന്നാണ് തോന്നുന്നത്. ഇല്ല, ഇനി വീണ്ടും ഒരു തിള വേണം. 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അല്ലേ? 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു തിള കാണണം എന്നാണ് പറയുന്നത്. എന്തായാലും അതിനുവേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. 1ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒരു തിളയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് അപ്പുറത്ത് നമ്മുടെ പെസഹ അപ്പം റെഡിയായി കഴിഞ്ഞു. അവൻ ആവിയൊക്കെ വിട്ടു അല്ലേ? അപ്പച്ചെമ്പിൽ നല്ല ആവി വരുന്നുണ്ട്. അപ്പച്ചെമ്പാണ്. ഇനി കളിയാക്കൂല. ലാസ്റ്റ് കളിയാക്കലായിരുന്നു. തുറക്കണോ? ഇനി നല്ല ഈർക്കിലിട്ട് കുത്തി നോക്കട്ടോ. ചേച്ചി പറഞ്ഞ പോലെ ഇതിൽ പറ്റിയിരിക്കുമെങ്കിൽ ചേച്ചി വാവ്, സക്സസ്ഫുൾ. ഈർക്കിൽ കുത്തി നോക്കി, അതിലെ മാവ് അല്പം പോലും പറ്റിയിരിപ്പില്ല. അതാണ് അതിന്റെ വേവിനുള്ള ഒരു തെളിവ്. എന്ത് പറയുന്നു അമ്മജി? അല്ലേ അമ്മജി? അതന്നെയല്ലേ? ഇത് തന്നെയാണോ പണ്ടും അവലംബിച്ചിരുന്ന രീതി? ഇപ്പോഴും അങ്ങനെ തന്നെ, അപ്പോഴും അങ്ങനെ. ഇതല്ല, വേറെ ഈ വട്ടയപ്പം പറഞ്ഞൊരു സാധനം ഇതുപോലെ ഇതേ മധുരമൊക്കെ ചേർത്ത് അതും ഇതുപോലെ ബന്ധം നോക്കുന്നത് ഇതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണല്ലേ? ഇപ്പൊ ഞാനിത് എടുക്കാം. 1ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒരു തിളയ്ക്ക് വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് അപ്പം റെഡിയായി. അപ്പച്ചെമ്പിൽ നിന്ന് അപ്പം ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ അത് ഇരുന്നാൽ വീണ്ടും അത് കൂടുതൽ വേവൊക്കെയായി ആകെ മോശമായി. ഇങ്ങോട്ട് ഇറക്കി വെക്കും. ആ ചെറിയൊരു തിള കിട്ടിയിട്ടുണ്ട്, അത് മതി. അതാണ് പരുവം. ശരി, അണക്കിയാണ്. അല്ല, അതിന് അണക്കുന്നതിന് മുമ്പ് ഇപ്പോഴാണ് ഈ അണച്ചു കഴിഞ്ഞ് ഈ ചുക്കും ജീരകവും ഏലക്കായും കൂടെ വറുത്ത് പൊടിച്ചത് ശരി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോഴും ഇളക്കണോ? ഞാൻ ഇളക്കിയോളാം. ചേച്ചി ഇട്ടോ, ഇട്ടോളൂ. അങ്ങനെ നമ്മുടെ അതായത് ട്രഡീഷണൽ വാല്യൂ ഉള്ള പെസഹയപ്പവും അതുപോലെ തന്നെ പെസഹ പാലും റെഡിയായി കഴിഞ്ഞു. ഇനി അത് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത് നടക്കത്തില്ല, ഞാനത് മറന്നുപോയി. അപ്പോൾ ഇനി നമുക്കതിൻ്റെ
അതായത് നമുക്ക് അപ്പം മുറിച്ച് കഴിക്കുന്ന ചടങ്ങുകളിലേക്ക് പോകാം.